അങ്ങനെ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന HSA നാച്ചുറൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ഇനിയുള്ളത് ഒരു 5-6 മാസമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് അവർക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു സിലബസ് എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യാൻ പറ്റുക, തീർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും തീർക്കാൻ പറ്റും സാർ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൂടെ ഉള്ളത് 8 മോഡ്യൂളാണ്. അതിൽ 4 മോഡ്യൂളാണ് സുവോളജി. സുവോളജിയിലെ 4 മോഡ്യൂളുകൾ ഒരു മോഡ്യൂൾ 18 ദിവസം വെച്ച് എടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് തീരും. മാത്രമല്ല റിവിഷൻ ഉള്ള സമയം കൂടെ അവർക്ക് അതിൽ നിന്ന് കിട്ടും. വളരെ പെട്ടെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 150 ദിവസത്തിനുള്ള ബോട്ടണിയും സുവോളജിയും കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണല്ലേ 4 മൊഡ്യൂളുകൾ തന്നെയാണ് ബോട്ടണിക്കുള്ളത് അല്ലേ? 4 മൊഡ്യൂൾ മാത്രം നമുക്ക് ബോട്ടണിക്ക് ഉള്ളത്. അത് മിസ് പറഞ്ഞ പോലെ 18 ദിവസം നമ്മൾ 150 ദിവസം നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 18 ദിവസം എടുത്ത് നമുക്ക് 4 മൊഡ്യൂൾ സുഖമായിട്ട് പഠിച്ചു തീർക്കാം. മാത്രമല്ല നമുക്കത് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് നല്ലൊരു റിവിഷനുള്ള സമയം കൂടി നമുക്ക്. പിന്നെ ഏതൊരു PSC പരീക്ഷയ്ക്കായാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ചോദ്യ പേപ്പറിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. മുൻകാലങ്ങളിലാണെങ്കിൽ ചോദ്യ പേപ്പർ തന്നെയായിരുന്നു ആദ്യം പഠിക്കേണ്ടത്, കാരണം അവിടെ കുറെ പ്രീവിയസ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പാറ്റേണുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ദിശാസൂചകം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദ്യ പേപ്പറുകൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു HSA നാച്ചുറൽ സയൻസ് പരീക്ഷയിൽ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ടാവും? നമ്മൾ ശരിക്കും വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുക. അപ്പം നന്നായി തുടങ്ങുന്ന ഒരു കാര്യം പകുതി തീർന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മുൻകാലത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഓരോ മോഡ്യൂളുകൾ ആവർത്തിക്കുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. തൊട്ട് മുമ്പിലത്തെ HSAക്ക് ആണെങ്കിൽ മോളിക്കുലർ ബയോളജിയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു വരണം നിർബന്ധമില്ല. അപ്പൊ എല്ലാ മോഡ്യൂളുകളും തുല്യ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ മറ്റു PSC പരീക്ഷകളാണെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവിടെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് ഒരു 2-3 വർഷം കഴിയുമ്പോഴാണല്ലോ ഓരോ പരീക്ഷയും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു തൊട്ട് മുമ്പത്തെ ചോദ്യ പേപ്പറിൽ അത് വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതേ ഏരിയകൾ മാത്രം പഠിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം തന്നെയാണ്. പക്ഷേ ഈ മോളിക്കുലർ ബയോളജി അതേപോലെ ജെനറ്റിക്സ് ഒക്കെ എടുക്കുമ്പോൾ ബോട്ടണിയിലും സുവോളജിയിലും സെപ്പറേറ്റ് മൊഡ്യൂൾ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പഠിക്കുന്ന സമയം രണ്ടിലുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. ബോട്ടണിയിലുണ്ട് മോളിക്കുലർ ബയോളജി, ജെനറ്റിക്സ്, ബയോകെമിസ്ട്രി. അതേ സെയിം ടോപ്പിക് തന്നെ നമുക്ക് സുവോളജിയിലും കാണാം. പിന്നെ മറ്റൊരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഒരു സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ചോദ്യങ്ങൾ വരുന്നത് കൂടുതലും ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്നാണോ, അല്ലെങ്കിൽ +1+2 ക്ലാസ്സുകളിൽ നിന്നാണോ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കുന്നതാണോ? ഏറ്റവും കൂടുതൽ പെർസെന്റേജ് എനിക്ക് തോന്നുന്നത് +2 ആണ് തോന്നുന്നത്. +1+2 പോർഷൻസ് തന്നെയാണ് സാർ. കാരണം +1+2ന്റെ SCRT ടെക്സ്റ്റ് എടുത്ത് പറയാൻ കാരണം മലയാളം മീഡിയത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുള്ളത്. അപ്പൊ മലയാളം മീഡിയത്തിലുള്ള പുസ്തകങ്ങൾ തീർച്ചയായിട്ടും കയ്യിലുണ്ടായിരിക്കണം. 11ന്റെയും 12ന്റെയും അതുവരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മലയാളത്തിലുള്ളത് പഠിച്ചാൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ തന്നെ കയറി പറ്റാൻ പറ്റും. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം B.Ed പഠിച്ചവർക്കറിയാം ബ്ലൂ പ്രിന്റ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസ് ഒരു ഏകദേശം ഒരു 70 ക്വസ്റ്റ്യൻസോളം നമുക്ക് എവിടെ നിന്നുണ്ടായിരുന്നു, +2ന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ടഫ് എന്ന് പറയുന്നതാണ്. മാക്സിമം പോയത് 50 വരുന്നു. പിന്നെ ഡിഫിക്കൽട്ട് എന്ന് പറയാൻ നമുക്ക് ഡിഗ്രി ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. എന്നാലും അത് മാത്രം പഠിച്ചിട്ട് പോകണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ബേസ് ആയിട്ട് എന്തായാലും +1 +2 പഠിച്ചിരിക്കണം. അപ്പോൾ എൻട്രിയിൽ ഇപ്പോൾ ഓരോ ടീച്ചേഴ്സും ഇപ്പോൾ സുവോളജിക്കാണെങ്കിൽ മിസ് മാത്രമല്ലോ, വേറെ ഉള്ളത് നമ്മളെ വൈശാഖ് സാറുണ്ട്, അതേപോലെ തന്നെ തീർത്ഥ മിസ് ഉണ്ട്, അതേപോലെ ആദിമ മിസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെയും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാനായാലും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ ഏരിയയിലും നമ്മൾ ഈ ഹൈസ്കൂൾ ക്ലാസ്, ഹയർ സെക്കൻഡറി, ഡിഗ്രി ലെവൽ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് തന്നെയാണല്ലോ ക്ലാസ്സുകൾ? അതെ സാർ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ SCRT ടെക്സ്റ്റ് ആണ് ബേസ് എന്ന് പറയുന്നത്, പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഡിഗ്രിയിലെ ബുക്കുകൾ കൂടെ റെഫർ ചെയ്തിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലാസ്സുകൾ കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ടൊരു പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലാസ്സുകൾ തന്നെ കേൾക്കുമ്പോൾ ചെറിയ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അവരത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ രീതി. ഇപ്പോൾ റിസൾട്ടിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ജില്ലകളിലെയും ആദ്യ റാങ്കുകൾ നമ്മുടെ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളായിരുന്നു. അപ്പോൾ അവരെ പഠിപ്പിച്ച ആ റാങ്കുകളിലേക്ക് എത്താൻ അവരുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ ആ വിജയത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം എന്താണ്? നമ്മുടെ റാങ്കുകളിൽ ഉയർന്ന റാങ്കുകൾ, അതായത് 1ാമത്തെ റാങ്കുകൾ ഒരുപാട് ജില്ലകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവർ സിസ്റ്റമാറ്റിക് ആയിരുന്നു, കൺസിസ്റ്റന്റ് ആയിരുന്നു, ഫോക്കസ്ഡ് ആയിരുന്നു. നമ്മുടെ നോട്ടുകൾ വളരെ കൃത്യമായിട്ട് പഠിച്ച്
അതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഫസ്റ്റ് റാങ്കുകളിലും സെക്കൻഡ് റാങ്കുകളിലും ഒക്കെ എത്തിയിരിക്കുന്നതും ലിസ്റ്റിൽ കയറിയിരിക്കുന്നതും അഭിമാനത്തോടെ ഗവൺമെന്റ് ടാഗ് കഴുത്തിലണിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ, നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ നമ്മുടെ ടെസ്റ്റ് എക്സാമിന്റെ കാര്യം വളരെ പ്രാധാന്യമാണ്. നമ്മൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക, അതാണ് പലരുടെയും വിചാരം. അപ്പൊ അതിന്റെ കൂടെ മാക്സിമം എക്സാം എഴുതി ശീലിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൂടെയാണ് നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്തുക. ഈ കുറെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തുല്യരിൽ ഒന്നാമനാവുക എന്നുള്ള സംഭവമുണ്ട്. കാരണം പഠിക്കലും റിവിഷൻ ചെയ്യലും അതെല്ലാവരും ചെയ്യുന്നതാണ്. അവിടെ എത്രത്തോളം നമ്മൾ എക്സാം എഴുതി എന്നുള്ളത് വിജയത്തിന് കൂടുതൽ അതിലേക്കുള്ള ഒരു വഴി എളുപ്പമാക്കി തീർക്കുന്നുള്ളതാണ്. എൻട്രിയിൽ അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. മോഡൽ എക്സാമുകളുടെ ഒരു ചാകര തന്നെ എൻട്രിയിലുണ്ട്. അതൊക്കെ എല്ലാവരും മാക്സിമം യൂസ് ചെയ്യാം. പിന്നെ ഉദ്യോഗാർത്ഥികളുടെ പ്രധാന സംശയം, ഏറ്റവും അത് ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അവരുടെ ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പിന്നെ പൊതുവെ പറയാറുണ്ട്, എല്ലാ ഉദ്യോഗാർത്ഥികൾ പറയാണ് സ്വന്തം ജില്ല, ഏത് തസ്തികയായാലും, അത് HSC എന്ന് മാത്രമല്ല ഏതൊരു തസ്തികയായാലും നമ്മുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുക, അവിടെ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ സർക്കാർ ജോലി എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം അതിന്റെ സാലറി അതെന്താണ് വളരെ ഉയർന്നൊരു സാലറി ഒന്നുമല്ല. പക്ഷേ സർക്കാർ ജോലി ആകർഷണീയമാക്കുന്ന പല ഘടകങ്ങൾ വേറെയുണ്ട്. സാലറി അല്ലാതെ മറിച്ച് പല ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ ജോലി ആകർഷകമാക്കുന്നത്. പക്ഷെ സാലറിയുടെ കാര്യത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും മറ്റ് ജില്ലകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാലറി കൊണ്ട് ജീവിച്ചു പോകാനും പിന്നീട് ഫാമിലിയെ ഒത്തിണക്കി കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ട് തന്നെ മിക്ക ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള സ്വന്തം ജില്ല തന്നെയാണ്. അല്ലെങ്കിൽ അവർ ഭാവിയിൽ നമ്മൾ ശപിക്കും. കാരണം ഇപ്പോൾ സാറ് പറഞ്ഞുകൊണ്ട് ഇന്ന ജില്ലയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കിട്ടി എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ അവരുടെ മെന്റാലിറ്റി മാറും. കാരണം ഓരോ ഉദ്യോഗാർത്ഥിക്കും ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഉദ്യോഗാർത്ഥിയിൽ നിന്ന് ഉദ്യോഗസ്ഥനാകുമ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങും, പ്രൊമോഷൻ കൂടുതൽ സാധ്യത, വീട്ടിലേക്ക് പോയി വരാനുള്ള എളുപ്പം, ഇങ്ങനെ പല ഘടകങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ അവൻ മാറി ചിന്തിക്കും. അന്ന് സഹായിച്ചാൽ നമ്മൾ എന്താവും? നമ്മൾ മോശക്കാരാവും. അതുകൊണ്ട് തന്നെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാനാണ് ഞാൻ എല്ലാവരോടും പറയാറ്. സാധ്യതകൾ നമ്മൾ പലതും പറയാറുണ്ട്. ഇപ്പോൾ ഏത് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ കഴിഞ്ഞ തവണ നിയമനം കൂടുതൽ എവിടെയാണോ നടന്നത് അവിടത്തേക്ക് ഉദ്യോഗാർത്ഥികളൊക്കെ ഒഴുകി പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടാവും. അപ്പോൾ തൊട്ടടുത്ത പരീക്ഷ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഈ പറഞ്ഞ നല്ല മത്സരം നടക്കും, പല ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവും, അവിടെ കട്ട് ഓഫ് കൂടും. ഇത് കണക്കാക്കിയിട്ട് തൊട്ടടുത്ത തവണ അവർ മാറിപ്പോകും. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനെപ്പറ്റി എന്താ നിങ്ങളുടെ എല്ലാ അഭിപ്രായം? ചിലപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ എന്തായാലും 10 അല്ലെങ്കിൽ 5 റാങ്കിനുള്ളിൽ എന്തായാലും വരാൻ വേണ്ടി പഠിക്കണം. എങ്കിൽ മാത്രമേ ഇപ്പൊ ഏത് ജില്ലയിലായാലും എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജോലി ഉറപ്പാവുള്ളൂ. നമ്മുടെ ചില ജില്ലകളിൽ നിയമനങ്ങൾ 2-3 നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ എറണാകുളം, ഇടുക്കി, കോട്ടയം ഒക്കെ ആണെങ്കിൽ, പത്തനംതിട്ട, അവിടെയൊക്കെ നിയമനങ്ങൾ വളരെ കുറവാണ്. പക്ഷെ അതേസമയം മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, കാസർഗോഡ് ഇവിടങ്ങളിലൊക്കെ അത്യാവശ്യം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം കാസർഗോഡ് എടുത്തു നോക്കുകയാണെങ്കിൽ 512 അപേക്ഷകരുണ്ടായിരുന്നതിൽ 35 അഡ്വൈസ് ആയിട്ടുണ്ട്. ആ വലിയൊരു ശതമാനമാണ്. ശരിക്കും ആപ്ലിക്കൻസിന്റെ, അതായത് ലിസ്റ്റിൽ വന്നത് 51 പേര്, മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് ആണ് 35. അപ്പൊ അതൊരു വലിയ ശതമാനമാണ്. അപ്പൊ നല്ലൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കണം. കാരണം മറ്റൊരു ജനറൽ ആയിട്ടുള്ള ഒരു തസ്തികയാണെങ്കിൽ എത്രയോ ലക്ഷങ്ങളിൽ നിന്നാണ് നമ്മൾ അവസാനം ഒരു 500-1000 ആയിട്ട് മാറേണ്ടത്. പക്ഷെ ഇവിടെ ഈ ഒരു യോഗ്യത നേടിയ ആളുകൾ മാത്രമാണ്, അഡ്വൈസ് വന്നതും കൂടുതലുമാണ്. അപ്പോൾ നമ്മള് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, അതായത് ഇവിടെ ഈ ഒരു തവണ പോയിട്ടുള്ള അഡ്വൈസ് നോക്കി മാത്രം നമ്മൾ ഒരു ജില്ലകൾ ഒപ്റ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ജോലി നിങ്ങളുടെ ഒരു ജീവിത സ്വപ്നമാണെങ്കിൽ, ഭാവി നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നമുക്കൊരു സർക്കാർ ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാനാണ് നിങ്ങൾക്ക് സർക്കാർ ജോലി എങ്കിൽ നമ്മൾ സ്വന്തം ജില്ല തന്നെ അപ്ലൈ ചെയ്ത് അവിടെ നേടാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാര്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാനും അല്ലേ, അതേപോലെ തന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കല്ല. പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് ഈ റിസർവേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പലരും ചെയ്യാറുണ്ട്. ഓരോ ജില്ലകളിലുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾ ചിലപ്പോൾ ആ ജില്ലകൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നോക്കി ചെയ്യാറുണ്ടാവുക ചെയ്താൽ നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും അടുത്തത് കിട്ടിയാൽ പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് പോരാലോ എന്ന്. പക്ഷെ അന്തർജില്ലാ മാറ്റമൊക്കെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആരോടും പറയാതെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്കിലും നിങ്ങൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലും വേണ്ടില്ല, നിങ്ങളുടെ കൂടെ ഞങ്ങൾ എൻട്രി എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ടീം എല്ലാവരും ഇതിന് സജ്ജമായി നിൽക്കുകയാണ്. നിങ്ങൾ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ വിജയത്തിലെത്തിക്കാനും നിങ്ങളുടെ വിജയാനുഭവങ്ങൾ മീറ്റപ്പിൽ കേട്ട് രോമാഞ്ചം അതാണ്. അപ്പൊ ആ ഒരു അനുഭവങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എൻട്രിയിൽ കാണാമെന്നല്ല ഞാൻ പറയുന്നത്, എൻട്രിയുടെ മീറ്റപ്പിൽ കാണാമെന്ന് പറയുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.